എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മിത്ര തന്റെ ക്ലയന്റിനെ കണ്ട് സംസാരിക്കുന്നു. അതിനുശേഷം പ്രിന്നെ കാണാൻ വരുന്നുണ്ട്. അവളെ കണ്ട് അവൻ ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. നീ വന്നതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൻ പറയുന്നു. അവർ ആ ക്ലബിൽ ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്നു. ഇങ്ങനെ ഡാൻസ് ചെയ്തതിനിടയ്ക്ക് അവൻ പെട്ടെന്ന് ഐ ലവ് യു എന്ന് അവളോട് പറയുന്നു. നിന്നെ പ്രണയിക്കുന്നതിന്റെ അത്രയും എന്റെ ലൈഫിൽ എനിക്ക് മറ്റാരെങ്കിലും പ്രണയിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അവന്റെ ഈ കൺഫ്യൂഷൻ കേട്ട് അവൾ ആകെ ഷോക്കാകുന്നു. ഫ്ലാഷ് ബാക്കിൽ മീത്ത പ്രിന്നെ കാണാൻ വരുന്നതിന് മുന്നേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ നായ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എന്തായാലും എന്റെ സത്യം പ്രിൻ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ ഡ്രാമ ഒരുപാട് നാൾ വലിച്ചു നീട്ടാൻ എനിക്ക് താല്പര്യമില്ല. ഇന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പ്രിന്നോട് പറയും. ഈ ബന്ധം ഇന്ന് അവസാനിപ്പിക്കുമെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോഡ് ആ ക്ലബിലേക്ക് വരുന്നത് മിത്ര കാണുന്നു. അവൾക്ക് കാര്യങ്ങളൊന്നും പ്രിന്നോട് പറയാൻ പറ്റുന്നില്ല. ടോഡ് തന്നെ കാണാതിരിക്കാൻ വേണ്ടി ഐ ലവ് യു ടു എന്ന് പറഞ്ഞ് അവനെ കിസ് ചെയ്യുന്നു. ടോഡ് അവിടുന്ന് പോയിന്ന് മനസ്സിലാക്കുമ്പോൾ മിത്ര അവിടുന്ന് പോകുന്നുണ്ട്. അവളുടെ പിറകെ ഒരുപാട് ഹാപ്പിയിൽ പ്രിന്നും. മിത്രയുടെ ഫേസ് കാണുമ്പോൾ നീ ഓക്കെ അല്ലേന്ന് പ്രിൻ ചോദിക്കുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഒരു ഗേൾ അല്ല ഞാൻ. നിന്നോട് ഞാൻ ഒരിക്കലും സിൻസിയർ അല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ റിലേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നത് ബെറ്റർ എന്ന് അവൾ പറയുന്നു. പ്രിന്നാകട്ടെ ഇതെല്ലാം കേട്ട് ഒരുപാട് ഷോക്കാകുന്നു. നീ എന്താ ഈ പറയുന്നത്? കുറച്ചു മുന്നേ അല്ലേ നീ എന്നോട് ഐ ലവ് യു ടു എന്ന് പറഞ്ഞത്? പിന്നെ ഇപ്പോൾ എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? സത്യത്തിൽ എന്താ കാര്യം എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം നിനക്ക് റിയൽ ആയിട്ടും എന്നോട് എന്ത് ഫീലിങ്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും നീ ഒരുപാട് സ്റ്റുപ്പിഡ് ആണെന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കേട്ട് പ്രിന്നാകട്ടെ ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ അവളെ പിടിച്ച് നീ എന്താ ഈ പറയുന്നത്? നീ എന്താ തമാശ കളിക്കുകയാണോ? എനിക്കിത് കേട്ടിട്ട് ഒട്ടും തമാശ തോന്നുന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് നീ എന്നെ അന്വേഷിക്കാമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ പ്രണയത്തിൽ നിന്നെ വീഴ്ത്താമെന്ന്. എനിക്ക് വേണ്ടി നീ റെസ്റ്റ്ലെസ് ആയി നടക്കുന്നത് എനിക്ക് കാണണമായിരുന്നു. പക്ഷേ നീ ഇത്ര പെട്ടെന്ന് എന്നോട് കൺഫസ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനി നിന്നിൽ എനിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതുകൊണ്ട് ഇനി മുതൽ എന്നെ അന്വേഷിക്കാൻ നീ ശ്രമിക്കരുത്. ചലഞ്ചിങ് അല്ലാത്ത ഒരു കാര്യത്തിലും എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് പറഞ്ഞ് വളരെ ആറ്റിറ്റ്യൂഡിൽ അവനോട് ബൈ പറഞ്ഞ ശേഷം അവൾ അവിടുന്ന് പോകുന്നു. ഇതെല്ലാം കേട്ട് പ്രിൻ ആകട്ടെ ഷോക്കായി നിൽക്കുകയെന്ന്. അപ്പോൾ ടോഡ് അവിടേക്ക് വരുന്നു. പ്രിൻ നിൽക്കുന്ന കാണുമ്പോൾ നീ ഇവിടെ എന്ത് ചെയ്യാണ്? നീ എന്താ ഞങ്ങളുടെ കമ്പനിയുടെ സീക്രട്ട് അറിയാൻ വന്നെയാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. നിന്നോട് സംസാരിക്കാൻ എനിക്ക് ടൈമില്ല. അല്ലെങ്കിൽ തന്നെ മറ്റേ കമ്പനിയുടെ സീക്രട്ട് അറിഞ്ഞ് ജയിക്കുന്ന സ്വഭാവം നിങ്ങളുടെയാണ്, ഞങ്ങളുടെ അല്ലാന്ന് പ്രിൻ പറയുന്നുണ്ട്. മിത്ര രാത്രി തന്നെ തന്റെ കുട്ടികളെയും കൂട്ടി ആ ഹോട്ടലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ പ്രിൻ റിസപ്ഷനിൽ വന്ന് പ്ലോയിന്ന് പേരുള്ള ഗസ്റ്റിന്റെ റൂം നമ്പർ ചോദിക്കുന്നുണ്ട്. പക്ഷേ പ്ലോയിന്ന് പേരുള്ള ഒരു ഗസ്റ്റും ഈ ഹോട്ടലിൽ ഇല്ലാന്ന് ആ റിസപ്ഷനിസ്റ്റ് പറയുന്നു. ഇത് കേട്ട് അവന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് പാമിന്റെ ഡ്രാമ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അവളുടെ ആ ഡ്രാമയുടെ ഹീറോ ആയ ക്രിറ്റിനെ കാണാനായി കുറച്ച് ഗുണ്ടകൾ വരുന്നു. കാരണം അവന് ഗാംബ്ലിംഗ് ചെയ്ത് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു. സോ അവന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത്. അവർക്ക് കൊടുക്കാനുള്ള പണം അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഈ സംസാരം പാം കേൾക്കുന്നുണ്ട്. അവന്റെ അടുത്ത് വന്ന് ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ പകരമായി നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നു. എന്താണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഈ സീൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ടോഡ് മിത്രയുടെ ഓഫീസിൽ വന്ന് എന്തെങ്കിലും കാര്യത്തിൽ നിനക്ക് എൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ വില്ലിങ് ആണെന്ന് പറയുന്നു. മിത്രയ്ക്ക് കാര്യം മനസ്സിലാകുന്നില്ല. നീ എന്താ ഈ പറയുന്നത്? എന്ത് ഹെൽപ്പിൻ്റെ കാര്യമാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. പ്രിൻ്റെ കാര്യത്തിൽ ഇന്നലെ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ആകെ ഷോക്കാകുന്നു. നിന്റെ ഉദ്ദേശം എന്താണെന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്കൊരു ഉദ്ദേശവുമില്ല. എല്ലാ കാര്യത്തിലും നിന്റെ കൂടെ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്ന് മാത്രമാണെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. മിത്രയാകട്ടെ ആകെ റെസ്റ്റ്ലെസ് ആകുന്നു. കാരണം പ്രിന്റെ കാര്യം മറ്റാരും അറിയരുതെന്നാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. അതേസമയം പ്ലോയ് തന്നെ വിട്ടുപോയ സങ്കടത്തിൽ പ്രിൻ ദേവദാസ് ആയിട്ടുണ്ടായിരുന്നു. അവനെ കാണാനായി അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഗുൺ വരുന്നുണ്ട്. പക്ഷെ പ്രിന്നാകട്ടെ ഒരുപാട് ഡ്രങ്ക് ആയിരുന്നു. ഗുണിനെ കാണുമ്പോൾ പ്ലോയി ആണെന്ന് വിചാരിച്ച് പ്ലീസ് പ്ലോയി നീ എന്നെ വിട്ട് പോകരുത്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു പറയുന്നു. നീ എന്താ ഈ ചെയ്യുന്നത്? ഒരു ഗേളിന് വേണ്ടി നിന്റെ ലൈഫ് നീ സ്പോയിൽ ചെയ്യാണോ എന്ന് ഗുൺ അവനോട് ചോദിക്കുന്നു.
പക്ഷേ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ അവളെ സ്നേഹിക്കുന്നു, പ്ലീസ് എന്നെ വിട്ട് പോകരുതെന്ന് അവൻ വീണ്ടും പറയുന്നുണ്ട്. നോക്കൂ പ്രിൻ, നീ ഇപ്പോൾ ഒരുപാട് ഡ്രങ്കാണ്, സ്വഭാവത്തിലല്ല. അവൾക്ക് നിന്റെ ഫീലിങ്സിനെ കുറിച്ച് ഒരു കെയറുമില്ല, അതുകൊണ്ടാണ് നിന്നോട് ഇങ്ങനെ ഗെയിം കളിച്ചതെന്നെല്ലാം ഗുൺ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് വിശ്വസിക്കില്ല, നീ കള്ളം പറയുകയാണെന്ന് പ്രിൻ പറയുന്നുണ്ട്. ഈ സീനിൽ പാമിന്റെ ഡ്രാമയിൽ ആക്ടറായ ക്രിറ്റിനെയാണ് കാണിക്കുന്നത്. അവൻ ടോഡിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. ടോഡിന്റെ അടുത്ത് വന്ന് 1 ബില്യൺ ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ ഇത്രയും എമൗണ്ട് ഒന്നും എടുക്കാനില്ല, അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ ഒരുപാട് തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് ശല്യപ്പെടുത്തുന്നുണ്ടെന്ന്. നീ ഒരുപാട് തവണ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ലാസ്റ്റ് ടൈമാണ്, കാരണം പണം ഉണ്ടാക്കാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നീ ഇൻട്രസ്റ്റ് ആണോ എന്ന് അവൻ ചോദിക്കുന്നു. ഈ സീൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. ഇവരുടെ ഫർദർ കോൺവെർസേഷൻ നമ്മളെ കേൾപ്പിക്കുന്നില്ല. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് പ്രിൻ്റെ മദർ അവനെ കോൾ ചെയ്യുന്നു. നീ എന്താ ഇതുവരെ ഓഫീസിൽ പോകാതിരുന്നത്? ഒരുപാട് ലേറ്റായി. നിന്റെ ഫാദർ ഒരുപാട് ദേഷ്യത്തിലാണെന്ന് പറയുന്നു. മദർ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരു മിസ്ട്രസ് ആയിട്ട് മദർ എന്തുകൊണ്ടാണ് ഡാഡിനെ ഇത്രയും സ്നേഹിക്കുന്നതെന്ന്. ഡാഡിനു വേണ്ടി എപ്പോഴും എന്തും ചെയ്യാൻ വില്ലിങ് ആകുന്ന എന്തുകൊണ്ടാണെന്ന്. നീ എന്താ ഈ പറയുന്നത്? നിനക്ക് എന്തു പറ്റി? നിന്റെ ഹെൽത്ത് ഓക്കെ ആണോ? എന്ത് കാര്യം ഉണ്ടെങ്കിലും നിനക്ക് എന്നോട് ഷെയർ ചെയ്യാമെന്ന് മദർ പറയുന്നു. ഇല്ല മദർ, ഞാൻ ഓക്കെയാണ്, എൻ്റെ ഹെൽത്ത് എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യുന്നു. ഈ സീനിൽ പ്രിൻ്റെ ഫാദറിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. അന്ന് ഓഫീസിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ഒരു മീറ്റിംഗ് നടക്കുമായിരുന്നു. പക്ഷേ പ്രിൻ സമയത്തിന് വന്നിട്ടില്ല. എനിക്ക് മനസ്സിലാകാത്തത്, നിങ്ങൾ ആ പ്രിന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണെന്നാണ്. അവൻ ഈ കമ്പനിയുടെ വെറുമൊരു എംപ്ലോയി മാത്രമാണെന്ന കാര്യം നിങ്ങൾ മറക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. സത്യത്തിൽ പ്രിൻ ഇദ്ദേഹത്തിൻ്റെ മിസ്ട്രസിൻ്റെ മകനാണെന്ന കാര്യം ലീഗൽ വൈഫിന് അറിയില്ല. ഈ സീനിൽ മിത്രയും ടോഡും അവളുടെ ഓഫീസിലിരുന്ന് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ താഴ്ന്ന് പ്രിൻ്റെ സൗണ്ട് അവർ കേൾക്കുന്നുണ്ട്. പ്ലോയി അന്വേഷിച്ച് അവൻ അവളുടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഗാർഡിനോട് എനിക്ക് പ്ലോയെ കാണുമെന്ന് പറഞ്ഞ് ഒരുപാട് ബഹളം വെക്കുന്നു. അവനെ അവിടെ കാണുമ്പോൾ മിത്രയാകട്ടെ ഒരുപാട് പേടിക്കുന്നുണ്ട്. തൻ്റെ ഫാദർ പ്രിന്നെ അവിടെ കാണുകയാണെങ്കിൽ പ്രശ്നമാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. ടോഡ് അവിടേക്ക് വന്ന് ഞങ്ങളുടെ കമ്പനിയുടെ സീക്രട്ട് അറിയാനായി നീ എന്താ ഞങ്ങളുടെ കമ്പനി വരെ വന്നോന്ന് ചോദിക്കുന്നു. ഓ പ്ലീസ്, നിന്നെ പോലെ സ്റ്റുപ്പിഡിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്ലോയെ വിളിക്കൂ, എനിക്ക് അവളോട് സംസാരിക്കേണ്ടതെന്ന് അവൻ പറയുന്നു. നീ ഇപ്പോൾ ഒരുപാട് ഡ്രങ്കാണ്. നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. വെറുതെ പോലീസിനെ വിളിച്ച് നിന്റെ റെപ്യൂട്ടേഷൻ തകർക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ പോകുന്നേ ബെറ്റർന്ന് ടോഡ് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും പ്രിൻ അവിടുന്ന് പോകുന്നുണ്ട്. ഫൈനലി മിത്രയ്ക്ക് ആശ്വാസമാകുന്നു. സെയിം നൈറ്റ് ടോഡ് ആരെയും കാണാതെ മിത്രയുടെ ഓഫീസിൽ വരുന്നു. എന്നിട്ട് അവളുടെ പ്രോജക്റ്റിന്റെ ഫോട്ടോ എടുത്ത് ആർക്കും അയക്കുന്നുണ്ട്. അവൻ ആരെയോ കോൾ ചെയ്ത് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇവിടെ മിത്ര അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ നായുടെ കൂടെ ഒരു ക്ലബിൽ വന്നിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സെയിം ക്ലബില് പ്രിൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായി ഗുണ്ട കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പ്രിൻ ഡ്രങ്ക് ആയിരുന്നു. അവന്റെ അവസ്ഥ കാണുമ്പോൾ ആ ഗേള് നിന്നെ ചീറ്റിയെ മാത്രമേ ചെയ്തിട്ടുള്ളൂ, നീ എന്താ അവളെ മറക്കാത്തേന്ന് ഗുൺ അവനോട് ചോദിക്കുന്നുണ്ട്. എനിക്കൊരിക്കലും അവളെ വെറുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എൻ്റെ കൂടെ അവൾ ഉള്ളപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കൂടുതൽ അവളുടെ ക്ലോസ് ആകണമെന്നും അവളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൾ എന്നെ ചീറ്റ് ചെയ്യായിരുന്നെങ്കിലും അവൾ എൻ്റെ കൂടെ ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് അവളെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. അതിനുശേഷം അവൻ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ മിത്രയെ കാണുന്നു. അവൻ പ്ലോയിന്ന് വിളിക്കുന്ന കേട്ട് അവൾ തിരിഞ്ഞു നോക്കുന്നു. ഇവനിവിടെ എന്ത് ചെയ്യാണെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു. അവനും അവളുടെ പിറകെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അപ്പോഴേക്കും മിത്രയുടെ ഫ്രണ്ടായ നായും അവിടേക്ക് വരുന്നു. മിത്രയും കൂട്ടി അവൾ അവിടുന്ന് പോകുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു? നീ എവിടെ പോകുകയാണെങ്കിലും അവൻ നിന്റെ പിറകെ ഉണ്ട്. ഇത് കോയിൻസിഡൻ്റ് ആകുന്ന എങ്ങനെയാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എനിക്കും അറിയില്ല, ഞാൻ അവനെ ഇനി ഒരിക്കലും കാണില്ലെന്ന് വിചാരിച്ചെന്ന് അവൾ പറയുന്നു. നീ എത്ര നാൾ ഇതുപോലെ പ്രിന്നിന്ന് ഒളിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്? ഇതിനേക്കാളും ബെറ്റർ നീ സത്യം ഫേസ് ചെയ്യുന്നതാണ്. നായി പറയുന്ന കേട്ട് മിത്രയെ ആലോചിക്കുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് പാമും ചെന്നും ക്രിറ്റും ടോഡും ഒരുമിച്ച് ക്ലബിൽ മീറ്റ് ചെയ്യുന്നതാണ്.
ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദ എംപറർ ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് ടോഡ് മോഷ്ടിക്കും. എന്നിട്ട് ആ ഇൻഫോർമേഷൻസ് എല്ലാം ചെന്ന് കൊടുക്കണം. പകരമായിട്ട് 1 മില്യൺ അവൻ ഇവർക്ക് കൊടുക്കും. അതാണ് ഇവർക്കിടയിൽ എഗ്രിമെന്റ്. അങ്ങനെ വീണ്ടും ചെൻ കാരണം അവന്റെ ഗ്രൂപ്പായ സിരുവന്ത ഗ്രൂപ്പ് എംപറിനെ തോൽപ്പിക്കും. സംസാരിച്ച ശേഷം ഇവരെല്ലാവരും താഴേക്ക് വരുന്നു. പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് പ്രിൻ കാണുന്നുണ്ട്. ഇവരുടെ കൂടെ ടോഡ് എന്ത് ചെയ്യാണെന്ന് പ്രിൻ ആലോചിക്കുന്നുണ്ട്. ദ എംപറർ ഗ്രൂപ്പ് ടെൻഡർ തോറ്റു എന്നറിയുമ്പോൾ മിത്ര ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. അവൾക്ക് ആദ്യം ഡൗട്ട് തോന്നുന്നത് ടോഡിനെയാണ്. അവൾ അവനെ നോക്കി നെക്സ്റ്റ് ടൈം ഞാൻ കൂടുതൽ കെയർഫുൾ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ടെൻഡർ ജയിച്ചതിൽ സിരുവന്ത ഗ്രൂപ്പിലെ എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. എസ്പെഷ്യലി ചെൻ. അവൻ പ്രിന്നെ നോക്കി അവനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അവനെ താഴ്ത്താൻ കിട്ടിയ ഒരു അവസരവും ചെൻ വെറുതെ വിടാറില്ല. നിന്നേക്കാളും ഞാൻ ഒട്ടും കുറവല്ല എന്ന് അവൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. മിത്രയുടെ ഫാദർ റിപ്പോർട്ടേഴ്സിന്റെ മുന്നിൽ വെച്ച് മിത്രയെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെന്റെ മകളാണ്. ഇനി മുതൽ എൻ്റെ ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ഇവളായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ പാർട്ടിയിൽ വെച്ച് ചെന്നും ടോഡും പരസ്പരം നോക്കി സ്മൈൽ ചെയ്യുന്നത് മിത്ര ശ്രദ്ധിക്കുന്നു. അവൾക്ക് ടോഡിനുള്ള ഡൗട്ട് കൂടുതൽ ബലമാകുന്നുണ്ട്. ഇവിടെ പ്രിന്റെ ഫാദർ ദ എംപറർ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ മകളാണെന്ന് പറഞ്ഞ് മിത്രയുടെ ഫോട്ടോ അവനെ കാണിക്കുന്നു. ഇനി മുതൽ നമ്മുടെ എനിമി ഇവളായിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മിത്രയുടെ ഫോട്ടോ കണ്ട് പ്രിന്നാകട്ടെ ഒരുപാട് ഷോക്കാകുന്നു. കാരണം അവനെ സംബന്ധിച്ച് ഇവളുടെ പേര് പ്ലോയ് എന്നാണ്. ഇത്രയും നാളും തന്നോട് ഇവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് അറിയുമ്പോൾ അവന് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവൻ ദേഷ്യത്തിൽ എംപററിന്റെ ഓഫീസിലേക്ക് വരുന്നു. അവൻ ഗാർഡിന്റെ അടുത്ത് വന്ന് ഞാൻ ഇത്തവണ പ്ലോയെ കാണാനല്ല വന്നത്, മിത്രയെ കാണാനാണെന്ന് പറയുന്നു. അപ്പോൾ മിത്ര അവിടേക്ക് വരുന്നുണ്ട്. നോക്കൂ, ഞാൻ എത്തി. നിനക്ക് എന്നെ കൊണ്ട് എന്താ കാര്യം എന്ന് അവൾ ചോദിക്കുന്നു. പ്രിൻ അവളെ നോക്കി പതുക്കെ പതുക്കെ അവളുടെ ക്ലോസ് ആയി വരുന്നു. നമുക്കിടയിൽ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറയണമെന്നാ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പറയാൻ ഞാൻ വില്ലിങ് ആണെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് അവൾ അവനെ തള്ളി മാറ്റി അവനെ കൂട്ടി സൈഡിലേക്ക് വരുന്നു. നല്ല കാര്യം, അറ്റ്ലീസ്റ്റ് നിനക്കിപ്പോഴും നാണം എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളെക്കുറിച്ച് എല്ലാവരോടും പറയാൻ നീ സമ്മതിക്കാതിരുന്നെന്ന് അവൻ ചോദിക്കുന്നു. കാരണം നീ പറയാൻ പോകുന്ന കാര്യം അവരെ സംബന്ധിച്ച് അറിയേണ്ട ആവശ്യമില്ലാത്തതാണെന്ന് അവൾ പറയുന്നു. എന്നോട് ഇങ്ങനെ ചെയ്യാൻ നിനക്കിങ്ങനെ തോന്നിയെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? ഓ, നീ ആ കാര്യമാണോ പറയുന്നത്? അത് എൻ്റെ എനിമീസിനോട് ജയിക്കാനുള്ള എൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നൈറ്റ് നീ എൻ്റെ കൂടെ സ്ലീപ്പ് ചെയ്തതും നിന്റെ സ്ട്രാറ്റജി ആയിരുന്നു എന്ന് അവൻ ചോദിക്കുന്നു. ഇത് കേട്ട് അവൾ ദേഷ്യത്തിൽ അവനെ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നോട് എത്ര തവണ പറഞ്ഞു, എന്നെ സംബന്ധിച്ച് അതൊരു മിസ്റ്റേക്ക് മാത്രമാണ്. നീ ഇത്രയും നാളും നിന്റെ ഈ സ്ട്രാറ്റജി ഒരുപാട് ബോയ്സിനോട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? അതിന്റെ അർത്ഥം നീ എൻ്റെ കൂടെ മാത്രമല്ല ഫിസിക്കലി ഇന്റിമേറ്റ് ആയിട്ടുള്ളതെന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് അവൾക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവൾ വീണ്ടും അവനെ സ്ലാപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ അവളെ തടഞ്ഞ് ഫോഴ്സ് ചെയ്ത് അവളെ കിസ് ചെയ്യുന്നുണ്ട്. മിത്ര അവനെ പുഷ് ചെയ്യുന്നു, എന്നിട്ട് സ്ലാപ്പ് ചെയ്യുന്നു. ആ രാത്രി കഴിഞ്ഞ് ഇത്ര നാളായിട്ടും നിനക്ക് ഒരു ചേഞ്ചുമില്ല. നിന്നെ സംബന്ധിച്ച് ഗേൾസ് ഇപ്പോഴും ഒരു ഫൺ മാത്രമാണ്. പക്ഷേ എന്നെ ഹർട്ട് ചെയ്യാൻ ഞാൻ നിന്നെ വീണ്ടും അനുവദിക്കില്ല എന്ന് അവൾ പറയുന്നു. ആരെ ഹർട്ട് ചെയ്യുന്ന നിനക്ക് നന്നായിട്ട് അറിയാം. സത്യത്തിൽ ഞാൻ ഇവിടെ നിന്നോട് താങ്ക്സ് ആണ് പറയേണ്ടത്. നീ ഇന്ന് ഒരു കാര്യം എനിക്ക് പ്രൂവ് ചെയ്ത് തന്നു. നല്ല ഗേൾസിനെ ഒരിക്കലും ബെഡിൽ കണ്ടെത്താൻ പറ്റില്ല. അതും പ്രത്യേകിച്ച് ആരുടെ കൂടെയും ഫിസിക്കലി ഇന്റിമേറ്റ് ആകുന്ന ടൈപ്പ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഗേൾസും നീയും തമ്മിൽ ഒരു ഡിഫറൻസും ഇല്ല. ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞ് ആരുടെ കൂടെയും സ്ലീപ്പ് ചെയ്യാൻ പോകുന്ന ഗേൾസും നീയും ഒരുപോലെയാണെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ അവളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നു. മിത്രയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. അവൾ വീണ്ടും അവനെ സ്ലാപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവനാകട്ടെ അവളെ ബ്ലോക്ക് ചെയ്യുന്നു. നിന്നെ പോലൊരു ഗേളിനെ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ ഓർക്കില്ല. നീയുമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല. ഞാൻ ഒരിക്കലും നിന്നെ ഓർക്കില്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. മിത്രയാകട്ടെ ഒരുപാട് ഇമോഷണൽ ആകുന്നുണ്ട്. അവൾ കരയുന്നു.